വിൻഡി റോസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോബൽ ഗോഡ് ഫാമിന് ശേഷം നമ്മൾ നോബൽ ഫിഷ് ഫാമിലേക്കാണ് പോകുന്നത്. നമുക്ക് കാണാം വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ കുളം. നമ്മൾ ഇതുപോലത്തെ 3 കുളമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 500 മീൻ ഇടാൻ കണക്കാക്കിയാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ കുളം. ഇതിപ്പം നാച്ചുറൽ നമ്മൾ കുളത്തിൽ നിന്ന് കുഴിച്ചപ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം വന്നു തുടങ്ങിയോണ്ട് നമുക്കിത് വെള്ളം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു റബ്ബറിൻ്റെ താഴ്ഭാഗത്തായിരുന്നു നമ്മൾ 3 കുളം ചോദിച്ചത്. ഇത് 3ാമത്തെ കുളം നമ്മൾ പണ്ടേ ഉണ്ടായിരുന്ന ഒരു കുളത്തിന് വൃത്തിയാക്കി എടുത്തതാണ്. പിന്നെ ഇത് കൂടാതെ വേറൊരു കുളം കൊണ്ടുണ്ട്. അത് നമ്മൾ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കാനൊക്കെയാണ് ആ കുളം. ഇതിൽ നല്ല ചെറിയ നീരുറവായിട്ട് വരും. നമ്മൾ ഈ വരാൽ മീനാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഓൺലൈനിൽ നിന്ന് നമ്മൾ കണ്ണൂരിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ അത് വന്ന് നമ്മളിപ്പോൾ എടുക്കാനായിട്ടാണ് പോയി. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് വരുന്നത്. ഇതിൽ നമ്മൾ കൊത്തിയതും ഡാമേജ് ആയതും ഒക്കെ ഉണ്ട്. അതെല്ലാം മാറ്റി നല്ലത് മാത്രം കുളത്തിലിട്ടിട്ട് ഡാമേജ് ആയത് നമ്മൾ മറ്റൊരു ഇത് ടാങ്കിലോട്ട് മാറ്റിയതിന് ശേഷം അത് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റായി ഗ്രോത്തായിട്ട് വരുമ്പോൾ മാത്രം ഇതിലോട്ടാകും. ഇതിൽ നിന്ന് കുറച്ചും കൂടെ വലുതാകുമ്പം 3-4 കുളത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ വല വീശിയിട്ടിടുമ്പം നമുക്ക് പൊന്മാനൊന്നും ഇങ്ങോട്ട് ഇറങ്ങില്ല. അതുപോലെ ഇപ്പം കലങ്ങിയിട്ടോ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ആളിറങ്ങും. അത് ചെളി മേൽഭാഗം വരുന്നതാണ് അങ്ങനെ കലങ്ങി കിടക്കുന്നത്. പക്ഷേ അത് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഫുഡെന്ന് പറയുന്നത് നമുക്ക് അക്വേറിയം ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടും. നമുക്ക് ഇത് 1.5 ഇഞ്ചിൻ്റെ വരാലാണ്. അപ്പം നമ്മൾ അത് പറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് ഫുഡും കൂടെ തരുന്നതാണ്. 3-4 മാസമാകുമ്പോൾ ഇത് വിൽക്കാനുള്ള പ്രായനാവും. ഓരോ വളർച്ച സമയത്തും ഓരോ ഫുഡാണ് നമ്മൾ മാറ്റി മാറ്റി കൊടുക്കേണ്ടത്. അപ്പം വീഡിയോ ഇഷ്ടമാവണമെങ്കിലും ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കണമെങ്കിലും ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. താങ്ക്